ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ പേ വഴി, അതായത് ജിപേ വഴി നമുക്ക് എങ്ങനെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സമയം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിനായി നിങ്ങളുടെ ജിപേ ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ജിപേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ന്യൂ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിൽ സെർച്ച് ബാറിലായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഫ്ലൈറ്റ് ബുക്കിംഗ് തരുന്ന പ്രൊവൈഡേഴ്സ്, മേക്ക് മൈ ട്രിപ്പ്, യാത്ര, അങ്ങനെ തുടങ്ങി ധാരാളം പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പേര് സെർച്ച് ചെയ്യാം. ഞാനിവിടെ മേക്ക് മൈ ട്രിപ്പ് സെർച്ച് ചെയ്തു. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ യാത്ര എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ക്ലിയർ ട്രിപ്പ് ഉണ്ടോ എന്നറിയില്ല, നോക്കട്ടെ. ക്ലിയർ ട്രിപ്പ് ഇല്ല. നമുക്ക് യാത്ര വഴിയോ മേക്ക് മൈ ട്രിപ്പ് വഴിയോ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മേക്ക് മൈ ട്രിപ്പ് നോക്കാം. മേക്ക് മൈ ട്രിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഫ്രം ഡേറ്റ് കോഴിക്കോടാണ്, ടു ഡേറ്റ് ദുബായ് ആണ്. അപ്പോൾ ഞാൻ ടു ഡേറ്റ് മുംബൈ കൊടുക്കുന്നു. മുംബൈയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ കോഴിക്കോട് ടു മുംബൈ കൊടുത്തു. ഡിപ്പാച്ചർ ഡേറ്റ് മാർച്ച് 6 കൊടുക്കുന്നു. എത്ര യാത്രക്കാരുണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ്, ട്രാവലർ ആൻഡ് ക്ലാസ്. അപ്പോൾ ഞാൻ ഒരാൾ മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ചിൽഡ്രൻ സെലക്ട് ചെയ്യുക. ഇവിടെ പ്ലസ് കൊടുത്താൽ മതി. ഇൻഫാൻറ്റ്, അതായത് ഇൻഫാൻറ്റ് 2 വയസ്സിന് താഴെയുള്ളവരുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആടാം, പ്ലസ് കൊടുത്താൽ. ഞാൻ ഒരാൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ഡൺ കൊടുക്കുന്നു. സെർച്ച് ഫ്ലൈറ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ധാരാളം ഫ്ലൈറ്റ് കാണാൻ പറ്റും. മുംബൈയിലേക്ക് എല്ലാം നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. 1 സ്റ്റോപ്പുള്ള ഫ്ലൈറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫ്ലൈറ്റ് സെലക്ട് ചെയ്യാണ്. ഫ്ലൈറ്റ് സെലക്ട് ചെയ്തു. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്നാണ് മുംബൈയിലേക്കുള്ളത്. കണ്ടിന്യൂ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മുടെ പ്രോമോ കോഡ് എന്തെങ്കിലും ഗൂഗിൾ പേ വഴി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോമോ കോഡ് അവൈലബിൾ ആവും. അങ്ങനെയാണെങ്കിൽ ഈ പ്രോമോ കോഡ് സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ ആരാണ് യാത്ര ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽ, മെയില്, നമ്മൾ പേര് കൊടുക്കാം. നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്യാൻ പറയും. അതെല്ലാം എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ആളെ പേര് ആഡ് ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് ഡീറ്റെയിൽ, എക്സ്പീരി എല്ലാം ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഡീറ്റെയിൽ എല്ലാം അവിടെ കൊടുക്കണം. ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് മേക്ക് മൈ ട്രിപ്പിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് ഡീറ്റെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് ചോദിക്കും. ഇമെയിൽ ID ഫോൺ നമ്പർ ചോദിക്കും. അത് എൻ്റർ ചെയ്യാം. ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യാം. ഇവിടെ സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സീറ്റ് സെലക്ട് ചെയ്യാം. സീറ്റ് സെലക്ഷന് ചാർജ് വരുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ കളറിന് 100 മുതൽ 200 വരെയാണ് ചാർജ്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂവിന് 200 മുതൽ 300 വരെയാണ്. ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, അതായത് ചെന്നൈ വരെ പോകുന്ന ഫ്ലൈറ്റ് ആണ്, കോഴിക്കോട് മുതൽ. സെക്കൻഡ് ചെന്നൈ മുതൽ മുംബൈ വരെയുള്ള ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഞാനിവിടെ സീറ്റ് ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് സീറ്റ് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഗ്രീൻ കളർ കാണുന്നത് ഫ്രീ ആണ്. അപ്പോൾ ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഇനി ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്കുള്ളത് ചാർജബിൾ ആണ്. ഞാൻ വിൻഡോ സീറ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ എക്സ്ട്രാ ചാർജ് ആഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യുന്നത്. ഇവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ പേയ്മെൻറ്റിലേക്ക് പോകും. കണ്ടിന്യൂ പ്രസ് ചെയ്യാം.
ഇവിടെ നിങ്ങൾ പ്രൊസീഡ് ടു പേ, അത് നിങ്ങൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.